ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. Sin
ദാസൻ അൻപാൽ വാതിൽ തുറക്കേണമേ. വഴി കാണിക്കും പറുദീസിൽ കാവൽ പ്രതലോകത്തേനും ലാസർഗോദ്ധാനം നൽകിയ നാഥ, കബറതിൽ നിന്നും നിന്നെ വിളി ചേറ്റിയിടും പറുദീസായിൽ. സൃഷ്ടിപതി സർവരഹസ്യം കാണോനെ നാദാ, കൃപയാൽ ഞങ്ങളെ നിൻ ചിറകിൻ മറവിൽ ചേർക്കേണമേ. നിൻ ശരണത്തിൽ നിൻ കൃപയിൽ നിദ്രിതനാമി സോദരനെ, നിന്നാഗമന പെരുനാളിൽ നിൻ കൃപ നേരിട്ടിടേണം. വന്ദനവും സ്തുതിയും നൽകും. കാരുണ്യവാനായ ദൈവമേ, നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തൃപ്രകാരം ഇവിടെ നിന്ന് യാത്രയായിരിക്കുന്ന ഞങ്ങളുടെ പിതാവിന്റെ ആത്മാവിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ക്രൂരന്മാരായ അശുദ്ധ വിശ്വാസികളുടെ പിടിയിൽ നിന്നും അന്തരീക്ഷത്തിലെ അദൃശ്യമായ ശത്രുക്കളുടെ വഞ്ചക സമൂഹത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട് ജീവനുള്ളവരുടെ വാസസ്ഥലത്തിൽ നിന്നെത്തുവാൻ തക്കവണ്ണം ഈ ആത്മാവിനെ നീ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ, ഈ ആത്മാവ് നിന്റെ വിശുദ്ധന്മാരുടെ പട്ടണത്തിൽ അധിവസിക്കുകയും വെടിപ്പുള്ള സ്ഥലത്ത് എപ്പോഴും എന്നേക്കും പാർക്കുകയും ചെയ്യുമാറാകണമേ. വൈരികഡംബം കാട്ടരതിന്മേൽ ഹാലേലൂയ. ലജ്ജിക്കരുതേ നിന്നാശ്രിതരാരും, ലജ്ജിക്കും ദോഷികവർദ്ധമതായ ഹാലേലൂയ. കർത്താവെ കാട്ടുക നിൻ പാതകളെ മാറിക്കുമോ. ശുഭഹോലാവോല പ്രോവൽ ൂഹോക്കാനീശോ. സർവേശാമശിഹാവിശ്രാന്തിയും ആനന്ദമതും ദാസർക്കരുൾക. മരണം കൈക്കൊണ്ടോനാ നീ പാതാളസ്ഥിതരെ, നാശം തീർത്തെഴുന്നേൽപ്പിപ്പാൻ സാക്ഷാത്താം ജീവോദ്ധാരങ്ങൾ വാഗ്ദത്തം ചെയ്തോതിയവർ ആശ്വാസമവർ ഉത്ഥാനേ സ്വന്തം സ്വരൂപത്തിൽ നമ്മെ രൂപപ്പെടുത്തിയ ഉത്തമനും സ്വന്തമായി നമ്മെ നിർമ്മിച്ച സൃഷ്ടതാം മണ്ണുകൊണ്ട് നമ്മെ മനുഷ്യണ്ടാക്കുകയും നിന്റെ നീതിയിൽ അതിലേക്ക് തന്നെ നമ്മെ തിരിക്കുകയും കൃപയോടെ അതിൽ നിന്ന് വീണ്ടും ഉദ്ധരിക്കുകയും ചെയ്യുന്ന നിർമ്മിതാവുമായ ഒരു സ്തുതി. തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിൽ കാലങ്ങളിൽ ഞങ്ങൾ ആയുസോടെ ഇരിക്കുന്ന ദിവസമൊക്കെ ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ഭരിക്കുന്നവരുമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ സകലം ഉണ്ടാവുകയും നിന്റെ കൽപ്പനയാൽ തന്നെ എല്ലാം
വഴി പോവുകയും ചെയ്യുന്നു. പ്രകാരം നിന്റെ ജീവനും അവിടുത്തെ അവസാനവും സംഭവിക്കുന്നു. ദൈവമേ, ജീവപ്രാണവും സകലത്തിന്റെയും ശ്വാസവും നീയാകുന്നു. നിന്നിലുള്ള പ്രത്യാശയിൽ അപകടപൂർവമായ ജീവിതമായി താൽക്കാലികം വിശ്വാസത്തിന്റെ യാത്രയായി നിദ്രവാവിച്ചിരിക്കുന്ന പിതാവിൽ നീ കനിയണമേ. നിന്റെ ആശ്വാസ ഭവനങ്ങളിലേക്ക് കിടക്കുവോളം നിന്റെ വിശുദ്ധ സേനകളാൽ ഇവന് സഹായം നൽകണമേ. മഹാകാരുണ്യവാനായ ദൈവമേ, നിന്റെ ശ്രേഷ്ഠത ഉദിക്കുകയും നിന്റെ കർത്തൃത്വം വെളിപ്പെടുകയും നിന്റെ പരാക്രമം അറിയപ്പെടുകയും നിന്നെ കുറിച്ചുള്ള ഭയം എല്ലാവരും ഉണ്ടാവുകയും ചെയ്യുന്നതായ അവസാന പുനരുദ്ധാന ദിവസത്തിൽ മാലാഖമാർക്കാത്മനാഥം പുറപ്പെടുവിക്കുകയും ഋഷിമാരാമാർ അട്ടഹസിക്കുകയും അഗ്നിമയന്മാരുടെ സകല സംഘങ്ങളും നിന്റെ ഭയങ്കരതയുടെ പ്രഭാവത്തെ കൊണ്ടാടുകയും ചെയ്യുമ്പോൾ രാജ്യങ്ങൾ മാഞ്ഞു പോവുകയും തലസ്ഥാനങ്ങൾ അഴിഞ്ഞു പോവുകയും പ്രശംസക്കാരുടെ സിംഹാസനങ്ങൾ നശിച്ച് മറിഞ്ഞു പോവുകയും സംവത്സരങ്ങൾ ഛേദിക്കപ്പെടുകയും മാസങ്ങളുടെ സംഖ്യയ്ക്ക് അഴിവുണ്ടാവുകയും രാപകലുകൾ ഒടുങ്ങിപ്പോവുകയും സൃഷ്ടി മുഴുവൻ ശൂന്യമായി അവശേഷിക്കുകയും ആകാശമിടുകയും സൂര്യൻ അന്ധകാരപ്പെടുകയും ചന്ദ്രനും നക്ഷത്രങ്ങളും ധർമ്മവൃതമായി തീരുകയും ചെയ്യുന്ന സമയത്ത് നീ ഭയങ്കരമായ നിലയിൽ ആഗതനാവുകയും പ്രത്യക്ഷമായി കാണപ്പെടുകയും എല്ലാ ഭൂഭാഗങ്ങളെയും അതിർത്തികളെയും ഭയത്തോടും പ്രേരോടും നിർത്തുകയും നീതിമാന്മാർ ആനന്ദിക്കുകയും പുണ്യവാന്മാർ സന്തോഷിക്കുകയും പ്രകാശ സന്താനങ്ങളെല്ലാവരും നിന്നെ എതിരേൽക്കുവാനായി പുറപ്പെടുകയും ദുഷ്ടന്മാർ ലജ്ജിക്കുകയും വിജാതിയർ മാനവരാകുകയും ദുഷ്കർമ്മികൾ നാണിച്ചു നിൽക്കുകയും വരികയും ചെയ്യുമ്പോൾ നിന്റെ മഹിമയുടെ സിംഹാസനം ഒരുക്കപ്പെടുകയും ആനന്ദപ്രദമായ നിന്റെ ശബ്ദമെല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുകയും നീതി ഭൂമിക്കുകയും മണ്ണിച്ചൊരുക്കുകയും കൂട്ടപ്പെടുകയും അന്ധകാരം വ്യാപരിക്കുകയും നാശവും ദണ്ഡനവും വിധിക്കപ്പെടുകയും പല്ലുകടി കേൾക്കപ്പെടുകയും ഉത്തമന്മാർ വേർതിരിക്കപ്പെടുകയും പാപികൾ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും സർവരുടെയും പ്രവൃത്തികൾ പരസ്യമായി പരിശോധിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് അവിടെയുള്ള ശിക്ഷാവിധിയിൽ നിന്ന് ഈരിന്റെ ദാസന്റെ ആത്മാവിനെ സംരക്ഷിച്ചു കൊള്ളണമേ. നിന്റെ മനുഷ്യ സ്നേഹം മൂലം ഇവരിൽ കരുണ ചെയ്യണമേ. ഇവൻ ചെയ്തു പോയിട്ടുള്ള ഹീനകർമ്മങ്ങളെ നീ പരിഗണിക്കരുത്. ഇവൻ ചെയ്ത പാപങ്ങളെ കർത്താവേ നീ ഓർക്കുകയുമരുത്. ഭയങ്കരമായ നിന്റെ ന്യായവിധിയിൽ നിന്റെ മകനെ ശിക്ഷിക്കരുത്. നിന്റെ കൃപയിൽ നിന്ന് ഈ മകൻ നിരോധിക്കപ്പെടുവാൻ ഇടയാകരുത്. നിന്നെ സ്നേഹിച്ചിട്ടുള്ള കൂട്ടത്തിൽ നിന്ന് ഇവരും വേർതിരിക്കപ്പെടുവാൻ ഇടയാകരുത്. നിന്റെ കരുണയും ചിറകുന്നു വെച്ച് ഇവനെ സംരക്ഷിക്കണമേ. നിന്റെ ദിവസത്തിനായി സന്തോഷപൂർവ്വം കാത്തിരിക്കുന്ന നിന്റെ സകല സ്നേഹിതന്മാരും വത്സരന്മാരും നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ രാജ്യത്തിന് ഇവനെ അർഹനാക്കണമേ. മോഹവശമില്ലാത്തവനും അവനവന്റെ പ്രവൃത്തികൾക്ക് എല്ലാവർക്കും പ്രതിഫലം നൽകുന്നവനുമായ നീതിയും സത്യവുമുള്ള ന്യായാധിപതിയായുള്ളവേ, ഇവൻ സന്തോഷാനന്ദങ്ങളോടുകൂടെ നിന്റെ കൂടെ മണവറയിലേക്ക് പ്രവേശിക്കുകയും നിന്റെ കരുണയും കൃപയും സ്തുതിച്ചു പാടുകയും ചെയ്യുമാറാകണമേ. നിന്റെ പിതാവിനെ പരിശുദ്ധവുമായിട്ടും കൂടെ സ്തുതിയും സ്തോത്രവും നിറയ്ക്കുന്നു. ആശോ സൃഷ്ടികളകിലം സംഭ്രമപൂർവം അറിയുന്നു. ആദിത്യനും വിളിയും താരകളും പ്രഭയില്ലാതായി മറയുന്നു. ലോകം സൃഷ്ടാവിൻ വാഗ്ദാനം ധ്യാനവസ്ഥയിലെത്തുന്നു. പാടെ കബറുകളിളകി പിളരുന്നു. നീര്യാതന്മാരുയരുന്നു. നേരും നീതിയും ഉൾക്കൊള്ളും നിയത വിധിക്ക വിധിഗേഹം പ്രാപിക്കുന്നു.
വിശ്വാസിയായ ഈ നിന്റെ ആത്മാവിനെ നീ വിമോചകരും പാപപരിഹാരകരുമായിരിക്കണമേ. ഇവന്റെ ആൾക്കാലത്ത് ഇവൻ ചെയ്തുകൊണ്ടുള്ള സർവഭാവം അനുഗ്രഹ സമ്പൂർണ്ണമായ നിന്റെ കരുണാസമുദ്രത്തിൽ കഴുകി വിടുവാക്കണമേ. ജീവദായകമായ നിന്റെ ദൈവത്തിന്റെ കൽപ്പനയെ ആരവാങ്ങിത്താലും നിന്റെ മകനാഥത്തിൽ നിന്നും നഷ്ടതയിൽ നിന്നും ഉദ്ധരിപ്പിക്കണമേ. മഹനീയമായ നിന്റെ ശ്രേഷ്ഠതയും കൽപ്പനയാൽ ഇവന്റെ ദേഹിയെയും ആത്മാവിനെയും വിശദീകരിക്കണമേ. ഇവന് വേണ്ടി ഞങ്ങൾ അടച്ചിരിക്കുന്ന ഈ രൂപത്താൽ നിന്റെ മകന്റെ പാപപരിഹാരം നൽകണമേ. കടച്ചിലോ വിലാപമോ ഇല്ലാത്ത സന്തോഷമുള്ള സ്ഥലത്ത് എന്നെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ വിശ്വാസികളായ മരിച്ചുപോയവരെ നിന്റെ വലത് ഭാഗത്തുകൊണ്ട് എതിർക്കുന്ന പരിശുദ്ധാത്മാവാനെ സ്തുതിയും സ്തോത്രവും ചെയ്യുമാറാകണമേ. തലമുറയും ഈ പായിന്മേൽ നേടിയതാം വിജയത്തെ പുനരുദ്ധാനത്തിൽ മാനിയിടും പ്രതിയൊടു പാപം രചിതനാവും സാത്താൻ നീതിപരന്മാരെല്ലാം മോദിക്കും ശോഭനമാം വസനത്തിൽ ഭൂഷിതരായി ദീപികയാടിച്ചീട്ടവരെത്തും മണവാളനുമായി മണവറയെ പൂകിടുവാൻ പാറയ്ക്കുമോ ശിവോലാപോലപ്രൂവൽ റൂഹോക്കാദീശോ രാത്രത്തോടമ്മാവോതുന്നു സമാധാനം പ്രിയ സഹജാമരുഗതി പോകുന്നേ നിന്നേരം നിഖിലേശൻ കൽപ്പിക്കും സ്ഥാനത്തിൽ കർത്താവിൽ ഞാനാശിക്കുന്നുണ്ടുദ്ധാനത്തിൽ നിന്നെ കാണാൻ വീണ്ടും മനോരം മഷിഹാരാജാവിൻ വരവിങ്കൽ ദൂതവരന്മാർ കാഹളമൂന്നേരം കബറുകളും പാറകളും പൊളിയുമുടൻ മൃതരെല്ലാം ഉദ്ധാനം ചെയ്തിടും ദീപികയാളിച്ചീട്ടവരെത്തും മണവാളനുമായി മാണവറയെ പൂകിടുവാൻ ന്യായാധിപനാദായീശോയേ വിധി വിജയം നേടോ ധന്യൻ നാമെന്നോർപ്പീൻ സോദരരെ വിധി വിജയം നേടോ ധന്യൻ നാമെന്നാൾ വീട്ടിൽ ഭാഷിക്കും നാളെ കബറുകളിൽ മൗനികളാം നിത്യമിതോർക്കുന്നോ ധന്യൻ രാധാക്കന്മാരെ സശ്രദ്ധം കേട്ടറിവിൻ നിങ്ങൾ സമ്പത്തും സൗന്ദര്യവുമാഞ്ഞതും പോയി നിശേഷം ആനീടും നിത്യം വാഴുന്നോ അംഗങ്ങളെയെല്ലാം ഛേദിച്ചു ഭാഗം ഭാഗം പാടാക്കി
ോ
ഭക്ഷിച്ചോരെ ദഹനൻ ഭക്ഷിച്ചിടരുതേ നിന്നെ
വഴിയാൽ ചെയ്യണം. മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും പാതാളത്തിലേക്ക് ഇറക്കുകയും ഉടനെ കയറ്റുകയും ചെയ്യുന്നു. മനുഷ്യന്റെ ആയുഷ്കാലത്തിന് നിർണ്ണയിക്കുകയും മരണമുഖേന അയച്ചു കളയുകയും അക്ഷയവും മനുഷ്യരുമായ ജീവിതത്തിനായി വിളിച്ചെഴുന്നേൽക്കുകയും ചെയ്യുന്നതുമായ കർത്താവിന് സ്തുതി. ദാസന് ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളും നേരങ്ങളും കാലങ്ങളും സമയങ്ങളിലും ഉത്തമനെ തന്നെ നാം ഓർത്തപ്പെടണം. ബലവാനായ കർത്താവേ, മഹനീയമായ പ്രത്യക്ഷയുടെ അവസാന ദിവസത്തിൽ വാങ്ങിപ്പോയവർ നാശരീതിയാൽ ഉദ്ധാനം ചെയ്യുകയും സകലവരേതരുടെ വസ്തുക്കൾ ശേഖരിക്കപ്പെടുകയും സൂര്യചന്ദ്രന്മാരെ രണ്ടുപോവുകയും നക്ഷത്രങ്ങളിൽ പ്രകാശിതരായിരിക്കുകയും ഭയങ്കര താവളങ്ങൾ ധരിക്കുകയും ശുശ്രൂഷകന്മാരായ മാലാഖമാർ ഭയത്തോടെ നിൽക്കുകയും ഭയങ്കരങ്ങളായ പുസ്തകങ്ങൾ നൽകപ്പെട്ട സകലരുടെയും പ്രവർത്തികൾ പരിശോധിക്കപ്പെടുകയും ജ്ഞാനികൾ മൗനമായ സമർത്ഥന്മാർ വിസ്മയിച്ചു നിൽക്കുകയും നീതിമാന്മാർ മണവറയിൽ സന്തോഷിക്കുകയും ദുഷ്കർമ്മികൾ അഗ്നിക്ക് ഭക്ഷണമായി നൽകുകയും പുണ്യവാന്മാർ പ്രകാശത്തിലാകുകയും ദുഷ്ടന്മാർ അന്ധകാരത്തിലേക്ക് അയക്കപ്പെടുകയും വിശുദ്ധന്മാർ സന്തോഷിക്കുകയും ശ്രേഷ്ഠന്മാർ ആഹ്ലാദിക്കുകയും പാപികൾ ആഴ്മയിലെ കുഴിയിലേക്ക് വിധിക്കപ്പെടുകയും വലതുഭാഗം ദൈവത്താൽ ശ്രേഷ്ഠപ്പെടുകയും ഇടതുഭാഗം നിത്യജനത്തിലേക്ക് തള്ളപ്പെടുകയും ഇരുഭാഗം അവരവർ അർപ്പിക്കുന്ന പ്രാപിക്കുക മാറ്റം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനായ ഈ ദാസനിൽ നിനക്ക് അനുഭവപ്പെടുന്നതായി സഹതാപം തോന്നണമേ. നിന്നെ സ്തുതിക്കുവാനായി നിർമ്മിക്കപ്പെട്ട ഈ 10 കമ്പികളുടെ ദിനത്തെ കുറിച്ച് നിനക്ക് അനുഭവം തോന്നണമേ. മരണം നശിപ്പിക്കുകയും ചിത്രങ്ങൾ വിടൽ കൂടാതിരിക്കുകയും ചെയ്യുന്ന ഈ മാനുഷിക ദിനങ്ങളെ കുറിച്ചും നോട്ടങ്ങളെ കുറിച്ചും നിനക്ക് അനുഭവം തോന്നണം. ൂഴിയാൽ ചെയ്ത സുന്ദരമായ ആചാരത്തെ കുറിച്ച് നിനക്ക് അനുഭവണ്ടാകണമേ. മുദ്രയിടപ്പെട്ടവനും ജീവനും ശരീരത്തിലും അനുഭവിച്ചിട്ടുള്ളവനും നിങ്ങളുടെ വിശ്വാസത്തിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചവന്റെ അടുക്കിലേക്ക് യാത്രയയക്കുന്നവനുമായി ദാസനെ അനുഭവത്തോന്നണമേ. പ്രീതിയോടെ ആത്മാവിനെ കൈക്കൊള്ളുകയും ദുഷ്ടാത്മാരുടെ സ്ഥാനങ്ങളിൽ നിന്ന് കാത്ത് നിന്റെ മാലാഖമാരാസേനയുടെ സഹായത്താൽ അവരെ സംരക്ഷിച്ചുകൊള്ളുകയും ചെയ്യണം. കർത്താവേ, നിന്റെ രാജ്യത്തിന്റെ മഹാത്മ്യത്തെ തിരിച്ചറിയാവുന്നവരോടുകൂടെ നരകശിക്ഷയ്ക്കായി വിനിയോഗിക്കുന്നത് നിന്റെ മനുഷ്യാധാരത്തെ ദുഷിച്ചവരോടുകൂടെ നിന്നോട് ലഭിച്ചുള്ള ആനന്ദത്തിന് വേണ്ടി തള്ളിക്കളയരുത്. മനുഷ്യപ്രീതി അറിവിനെ തോന്നിന് മഹാകരണി അറിവിനെ ദർശിക്കുമാറാകണമേ. തിരുനിവാസസ്ഥാനത്തിനെ എത്തിക്കണമേ. വിശുദ്ധന്മാർക്ക് ലോകീരമേ ഉൾപ്പെടുത്തണമേ. പ്രകാശമാവയെ ക്രമീകരിക്കണമേ. ജീവകുമാർ പുനരുദ്ധാനത്തിന് വലതുഭാഗത്ത് ശ്രേഷ്ഠമായി വയ്ക്കും. ഇവനെ അർഹനാക്കണമേ. ഇവന്റെ കടങ്ങളുടെ മോചനത്താൽ ഇവനെ ആനന്ദിപ്പിക്കുകയും പിഴവുള്ള ക്ഷമയാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണം. മകനെയുമാരുടെ തേജസ്സാമിന് മോനെ ആനന്ദിപ്പിക്കണമേ. വലതുഭാഗത്തുള്ള തെരഞ്ഞെടുക്കപ്പെട്ടവരോട് മൗത്തത്തിൽ ശോഭിക്കുമാറാകണമേ. കർത്താവേ, ക്ഷണികവും അപകടപൂർണ്ണമായ ജീവിതത്തിൽ അവശേഷിക്കുന്ന ഭാവികളെ കരുണാപൂർവമാതിരിയാണെന്നും നിന്റെ ഭവനക്കാർക്കും വത്സന്മാർക്കും ചിന്തവും പ്രീതികരവുമായ നല്ല അവസാനത്തിന് അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ ഒരുവരെ എപ്പോഴും എല്ലാവർക്കും നന്ദിയും വേർതിരിക്കപ്പെട്ടവരുമാക്കി തീർക്കരുതേ. സ്നേഹപൂർവ്വം നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചതുപോലെ വീണ്ടും തിരിവും നിനക്ക് യോഗ്യമാതിരി ഞങ്ങൾ എത്തിക്കൊള്ളണമേ. രക്ഷയും വീണ്ടെടുത്ത് നിനക്കിന്റെ പിതാവിനും പരിശുദ്ധമായുള്ളതാകും. കോശോ സുബാനിലോൽമി ും
പാപപരിഹാരത്തിനും മോചനത്തിനും ദൈവത്തിനുള്ള ബോധപ്പെടുന്നതിനും നിന്റെ മകനെ ഇറങ്ങാകണമേ. സംസ്കാരെ ഞങ്ങളണച്ചോ നീ പരിമളതോ ശരണേ മരണമടഞ്ഞോ ശ്വാസം സ്മൃതിയോടൊപ്പം നീ നൽകിയിടണമേ. ജീവപ്രദരാജൻ മഹിമേവാനീന്നു മോദി ചേകും വദരാ അഖില ജീവനം വദരെല്ലാം കബറിനോദിതരായി പ്രാണൻ നൽകും നിന്നെ സ്തോത്രം ചെയ്തിടും മറിയുമോ. ജീവിപ്പാൻ ഞാൻ മൃതനായി നീ സെഞ്ചൊന്നോ രാവജനം സ്തുത്യം പരമേകും ജയവീരൻ ഈശോനേ സ്തോത്രം ലോകത്തെ സ്നേഹിപ്പോവാനും പാതാളം മുകിൽ സങ്കരാഗത്തിൽ കണ്ണെല്ലാം പോയി ചമയങ്ങൾ പാടായി മോദം നൽകും പരിമളമില്ലവിടെങ്ങോ അറിവോടിക്കോ ദുർഗന്ധം ഭാരം ചർച്ചക്കാരെയും നേരിടുവാൻ വയ്യ. സൗഭാഗ്യസ്ഥാനത്തെ ഗണമാശ്വാസം വംശവിധിക്കാനീയാഗതനാൻ ഉന്നതമാമേരുശലേമിൽ നിന്നടിയാ മോദകാരത്തിൽ വിമലന്മാരൊപ്പം സുനിത്യം പാടാൻ ഭാഗ്യം നേടണം. സ്വർഗപദേ മുതലേ ജീവിപ്പിക്കണമേ നിൻചരണേ ജീവൻ മോചനമേകണമേ നിന്നോടെ വന്ദിന മതിലവർ മോദിക്കണമേ അവരില്ലാതെ തേജോദായികള പണവരെ മോദ പ്രാപിച്ചിടണം. സൃഷ്ടിച്ചോൻ ജനക സ്തോത്രം ശ്രീബായാൽ രക്ഷിച്ചോൻ തനയ സ്തോത്രം പ്രാണധന പരിശുദ്ധാത്മാവേ ഞങ്ങളിലെപ്പോഴും മശിഹാരക്ഷകനേ
ഉണ്ടാകണമേ. അടിയാരോ മൃതരോ നിന്നെ നിന്നും സ്തോത്രം ചെയ്തിടും. ആർദ്രതയാൽ നാഥാദേവാദാസന്റെ ഗണമേ പുണ്യം നിർമ്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ ഫലമായി വനേ. പരിസരരെ പാതാളത്തിൽ വഴിയും വാക്കിടവും വാർത്ത നിങ്ങളെ പ്രിയനെ ഇപ്പോൾ ആഹ്വാനം ചെയ്തു. ഇന്നാലേ വന്നു ദൂതൻ വീണൻ മീതെ വേഗം ഞാനറിയാതെ നേരെ കൂട്ടിക്കൊണ്ടയോ പോയാ. മകളെ കാണാനൽപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചും കേട്ടില്ലേ വാക്യം ദൂതൻ വാങ്ങിച്ചെല്ലൻ കൈക്കൂലി. സൃഷ്ടാവാം ദാതൻ സ്തുത്യൻ രക്ഷകനാം പുത്രൻ വന്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും.
വേദന ഉളവാക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ അതിനേക്കാൾ ഉപരിയായ ഒരു വലിയ പ്രത്യാശയുടെ ചിന്ത ഈ ദിവസങ്ങളിൽ നമ്മളെ വളരെ ആഴമായി ധരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ആചരിച്ച നമ്മുടെ കർത്താവിന്റെ അനുഗ്രഹീതമായ ഉയർപ്പ് പെരുന്നാൾ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്. മനുഷ്യന്റെ പാപം മൂലം മരണം ലോകത്തിലേക്ക് കടന്നു വന്നെങ്കിൽ പാപമില്ലാത്തവന്റെ മരണം മൂലം നമ്മുടെ മരണം എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുന്നു. നമുക്ക് നിത്യജീവൻ തരുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് മനുഷ്യനായി തീർന്ന് മരണം വരിക്കുകയും അതിന് ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവന്റെ ഉയർപ്പ് പ്രോട്ടോടൈപ്പാണ്. അത് നമ്മളെല്ലാവരും അതേ ഉയർപ്പിന് അവകാശികളാണ് എന്ന് അതുപോലെ അവനോട് പഠിപ്പിച്ചു തരും. അവന്റെ രണ്ടാമത്തെ വരവിൽ നമ്മളെല്ലാവരും തേജസ്സോടുകൂടെ ഉയർത്തുന്നു. വാങ്ങിപ്പോയ പിതാവിന്റെ ഈ ശരീരം നമ്മൾ ഇത്രയും ബഹുമാനത്തോടെ സംസ്കരിക്കാനുള്ള കാരണം ഈ ശരീരം തിരികെ മണ്ണിലേക്ക് ചേർന്നാലും ഈ മണ്ണിൽ നിന്നതിനെ സൃഷ്ടിച്ചെടുക്കാൻ കഴിവുള്ളവനായ ദൈവത്തിന് ഈ മണ്ണിൽ നിന്ന് തേജസ്സോടെ ഇതിനെ ഉയർപ്പിക്കാനും കഴിവുള്ളവനാണ് എന്നുള്ള വലിയ വാഗ്ദത്തമാണ് നമുക്ക്. അതുകൊണ്ട് ഈ ശരീരം തേജസ്സോടെ, രോഗങ്ങളില്ല, പ്രയാസങ്ങളില്ല, ചൈതന്യത്തോടെയാണ് ഉയർത്തുന്നത്. നമ്മുടെ കർത്താവ് ഇന്ന് വന്നാൽ ജീവനോടെ അവശേഷിക്കുന്ന നമ്മുടെ ശരീരവും തേജസ്കരിക്കുന്നു. അതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ശരീരം കൊണ്ട് പാപം ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം. ഈ വലിയ ഉയർപ്പിന്റെ പ്രത്യാശയിലാണ് ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇത് വളരെ ടെമ്പററി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫറാണ്, ഒരു പ്രൊമോഷനോട് കൂടിയ ട്രാൻസ്ഫറാണ്. ഇത് കർത്താവ് ഒരു വശത്തുള്ള അനുദപിച്ച കടനോട് പറഞ്ഞതുപോലെ ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിലിരിക്കും, ഇന്ന് എന്നാണ് ഭാവിയെ പറ്റിയുള്ള ഒരു സംഗതിയാണ്. ഫ്യൂച്ചർ ടെൻസിലല്ല. You will be in paradise with me today. ഇതേപ്പെട്ട പിതാവ് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ പരദീസയിലെ വിശ്രമത്തിനായി ആയിരിക്കുമ്പോൾ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത് പോലെ മരണം ലാഭകരമായി തീരുന്നത് ആ അവസ്ഥയിലാകുന്നു എന്നുള്ളതാണ്. ദൈവത്തോട് കുറച്ചുകൂടെ ചേർന്നിരിക്കാനുള്ള അവസരം, നമുക്ക് മുമ്പേ വാങ്ങിപ്പോയ നമ്മുടെ മാതാപിതാക്കളോട് കൂടിയിരിക്കാനുള്ള അവസരം, ഇതോടൊപ്പം തന്നെ വിശുദ്ധന്മാരുടെ സംസർഗം അനുഭവിക്കാനുള്ള അവസരം. ഈ ലോകത്തിൽ ഈ ശരീരത്തിന്റെ സ്പേസിന്റെയും ടൈമിന്റെയും ഒക്കെ ലിമിറ്റ്സിന് അപ്പുറമായിട്ട് അതിനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് അദ്ദേഹം ഉയർന്നു കഴിഞ്ഞു. നമുക്ക് വേണ്ടി കൂടുതൽ ശക്തമായി പ്രാർത്ഥിക്കാൻ, ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ശരീരത്തിലുള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ട പിതാവ് നമുക്ക് വേണ്ടി വിളിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നിരാശപ്പെടേണ്ട സംഗതിയില്ല. നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ ദുഃഖിക്കേണ്ട ആവശ്യവുമില്ല. ഒരു പുരുഷായുസ് യോഗ്യമായി ജീവിച്ചു തീർത്ത ഒരു പ്രിയപ്പെട്ട പിതാവിനാണ് നമ്മൾ യാത്രാവുന്നത്. നമുക്ക് ആകെയുള്ള ഒരു സങ്കടം ഈ സമയത്ത് ഇപ്രകാരമുള്ള ഒരു വേർപാടിന് സാക്ഷ്യം വഹിക്കുന്നതാണ്. പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും ഇവിടെ ആയിരിക്കാൻ സാധിക്കുന്നില്ല. അവരെക്കാൾ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നു. മറ്റുള്ളവർക്ക് എല്ലാവരും അവരെ മനസ്സുകൊണ്ട് ഇവിടെ ഉണ്ട്. അവർക്ക് ശാരീരികമായി ഇവിടെ ഈ സാഹചര്യത്തിൽ പറ്റുന്നില്ല എങ്കിൽ പോലും അവരെല്ലാവരും മനസ്സുകൊണ്ട് ഇവിടെയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് അല്പം പ്രയാസം തരുന്ന ഒരു സംഗതി. പ്രിയപ്പെട്ട ഈ പിതാവും മാതാവും കാണിച്ചെന്ന് അനുഗ്രഹിക്കുവാൻ എനിക്ക് ഇവിടെ വന്നിട്ടുള്ള വളരെ ചുരുങ്ങിയ സമയത്തെ പരിചയമേ ഈ ഭൗനമായിട്ടുള്ളൂ. ഇവിടെ കടന്നു വന്ന സമയത്ത് അങ്കിള് ശാരീരികമായി പ്രയാസമുണ്ടെങ്കിലും ഒരു അച്ഛനെ കണ്ടതിലുള്ള സന്തോഷം എനിക്ക് ആ പ്രകടനത്തിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി. രണ്ടുപേരും ഏറ്റവും സ്നേഹത്തോടെ സ്വീകരിക്കുകയും പരിചരിക്കുകയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ഒത്തിരി സമയം സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അതിനുശേഷം വീണ്ടും പള്ളിയിൽ വന്നു. ഇതിന് മുമ്പ് വരെ വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കായിരുന്നു. ഏറ്റവും അവസാനം വിശുദ്ധ കുർബാന അനുഭവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു, അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അതിനുശേഷം പ്രിയപ്പെട്ട ജോർജിയോട് തൈലാഭിഷേകം നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം ചോദിച്ചു വരെ പറയണമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്ക് ഈ പ്രിയപ്പെട്ട പിതാവ് ലോകം വിട്ട് ദൈവതിരിസന്ധിയിലേക്ക് എടുക്കും. ഇത് ദൈവത്തിന്റെ പൂർണ്ണമായ നിശ്ചയത്തിന്റെ
ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ജീവിച്ച് പൊതുതീരാത്ത എത്രയോ ആളുകൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു കഴിഞ്ഞു. നമുക്കറിയാം, പ്രത്യേകിച്ചും ഈ കോവിഡ്-19 കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലും വിദേശത്തുമായും ചെറുപ്പക്കാരും അല്ലാത്തവരുമായി അനേകം ആളുകൾ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. ചെറുപ്പക്കാരായ ആളുകൾ അവരുടെ കുടുംബങ്ങളെ ഈ ലോകത്തിൽ വിട്ടിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ട സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ആശ്വസിക്കാൻ വകയുണ്ട്. പ്രിയപ്പെട്ട പിതാവ് ഇത്രത്തോളം നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. എന്നാലും അദ്ദേഹത്തിന്റെ ശാരീരികമായ അസാന്നിധ്യം നമ്മളിൽ ഉണ്ടാക്കുന്നത് ചെറുതല്ല. അതിനെ നികത്താൻ ഈ ലോകത്ത് ആർക്കും സാധിക്കുകയില്ല. പക്ഷെ ഞാൻ ഓർമ്മിപ്പിച്ച ആ വലിയ പ്രത്യാശ കർത്താവ് സ്വർഗാരോഹണത്തിന് മുമ്പ് നമ്മളോട് പറഞ്ഞിരുന്ന വലിയ വാഗ്ദത്തം നമുക്കുണ്ട്. കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയിരുന്നു. സുവിശേഷം 28-ാം അധ്യായം അവസാനിപ്പിക്കുന്നത് വലിയ പ്രോമിസോടുകൂടിയാണ്. അദ്ദേഹം ആരംഭിക്കുന്നതും അങ്ങനെ തന്നെയാണ്. യേശു ജനിക്കുമ്പോൾ അവന്റെ പേര് ഇമ്മാനുവൽ, നിങ്ങളെന്ന് പറയുമ്പോൾ ദൈവം നമ്മോട് കൂടെ എന്നാണ് അർത്ഥം. അവൻ അവസാനിപ്പിക്കുന്നു, മത്തായി സുവിശേഷം അവസാനിപ്പിക്കുന്നതും ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയിരിക്കും. ആ ഇൻക്ലൂസീവോ നമ്മൾക്ക് അവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് ആ വലിയ പ്രോമിസ് നമ്മുടെ മുമ്പിൽ ഇന്നും വളരെ ആക്റ്റീവായിട്ടുണ്ട്. ലോകത്തിലെ ഏത് സാഹചര്യത്തിലും ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മൾ അവനിൽ ജീവിക്കുകയും അവനിൽ ഇരിക്കുകയും അവനിൽ ചരിക്കുകയും ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നു. ലോകത്തിലായാലും ലോകം വിട്ടുപോയാലും ദൈവത്തോട് കൂടെയാണ് നമ്മുടെ വാസം. അതിന് ദൈവത്തിൽ നിന്ന് മാറ്റപ്പെട്ട എക്സിസ്റ്റൻസ് നമുക്ക് സാധ്യമല്ല എന്നുള്ളത് നമുക്ക് തരുന്ന ആശ്വാസവും സന്തോഷവും ചെറുതല്ല. അതുകൊണ്ട് ഇപ്പോഴും പിതാവിനോട് കൂടെ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ദൈവം നമ്മളെ കൈവിടുകയില്ല. ഈ ദുഃഖാന്തരായ കുർബാനകളെ ദൈവം നമ്പരാൻ ആശ്വസിക്കട്ടെ. നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരും നിങ്ങളുടെ ഹൃദയത്തിലെ വേദനയും ദൈവം നമ്പരാൻ നീക്കം ചെയ്ത് എല്ലാ ബുദ്ധിയും കവിയുന്ന സമാധാനം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ട പിതാവ് എനിക്കറിയാം ധനായ സഭയിലെ അംഗമാണ്. എന്നിരുന്നാൽ പോലും അദ്ദേഹം ബ്രോഡ്വേ സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയിൽ ആദ്യമകാലം മുതൽ വളരെ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നും പള്ളിയിലെ മെമ്പർഷിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ആ പ്രിയപ്പെട്ട പിതാവിന്റെ വേർപാട് ദേവാലയത്തിൽ അനേകം ആളുകൾക്ക് കടന്നു വരാൻ ആഗ്രഹമുണ്ടായിരുന്നു. ചുമതലക്കാര് ഇവിടെ വരുന്നത് അനേകം ആളുകൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഈ പ്രിയപ്പെട്ട പിതാവിനെ ഈ സാഹചര്യത്തിൽ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇടവകയുടേതായ എല്ലാ തരത്തിലുമുള്ള ആശ്വാസവും ഈ പ്രിയപ്പെട്ട കുടുംബത്തിൽ ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ട പിതാവിനെ ഇമ്പങ്ങളുടെ പർദീസയിൽ ദൈവം നമ്പരാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതിലൊരു അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനോട് ഹൃദയപൂർവമായ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാർത്തറിയിച്ചു. ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കാരുണ്യവാനായ ദൈവമായ കർത്താവേ, നിങ്ങൾ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തൃകൽപ്പന പ്രകാരം നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവെ, ദുഷ്ടന്മാരായ മത്സരക്കാരവരകളിൽ നിന്നും അദൃശ്യമായ അന്ധകാരസേനകളിൽ നിന്നും നിലവാരെ സംരക്ഷിച്ച് നീതിമാന്മാരെ കൊടുത്ത രക്ഷാസ്ഥാനത്ത് ചെന്ന് ചേരുവാനും വിശുദ്ധന്മാരോടൊന്ന് ചെന്നേക്കും വസിക്കുവാനും സംഗതിയാക്കണമേ. ഓശോ സംരക്ഷകനാം നാഥാ ദേവാ, രാവും പകലും തിരുമുമ്പിൽ കേൾക്കും.
എഴുന്നേൽപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. എന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളായി ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയും ഈ ആരാധനയ്ക്ക് യോഗ്യമാകുന്നു. ഒരു പുണ്യമോ സുഖമായ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവരും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടെ പരിപാലിക്കുന്നവനുമായ തമ്പുരാനെ സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും നിൽക്കുന്നു. ഭയങ്കരന്മാരായ പ്രഭേദാനുസൃതിയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഖലകളിൽ നിന്നെ ആഘോഷിക്കുന്നു. ശുഭ്രമായ ശബ്ദത്തിൽ നീ അട്ടലസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്ന് പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നിർമ്മിതാവെന്ന നിലയിൽ സൃഷ്ടിശക്തിയുടെ വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിപ്രവചനവും ഭയങ്കരവുമായ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളുടെ പിതാവിനെ നിന്റെ വലതുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായി കൊണ്ട് അരുളി ചെയ്തതായ വചനം ഞങ്ങളിലും നിന്റെ പകലിലും നിറവേറ്റണമേ. ഞങ്ങൾ ഞങ്ങളുടെവരെയും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയും കാണുകയും നിനക്ക് നിന്റെ പിതാവിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്തുതിയും സ്തോത്രവും വരേൽപ്പിക്കുകയും ചെയ്യുമാറാണമേ. ആശവും പുനസ്മാനവും പാലിക്കുമോ എന്നാൽ അവനെ കാബേൽ ഹൂസോയത് ഹോമേ വിശുദ്ധോനോ കാത്തോവേ അത്രയും അഗ്നിലോലം മുൽമേ. ആമേൻ. പൗലോസ് എഴുതി മദിമശിഹായിൽ പ്രാപിച്ചോടി മരണബാധിക്കില്ലെന്നേവം മശിഹാനിദ്രാവശരായോർ വീണ്ടും പ്രതിയേൽപ്പില്ലെന്നുദ്ഘോഷിച്ച ശാസ്ത്രീശൻ സഹോദരന് വേണ്ടി നിന്നോട് ഞങ്ങൾ അണിച്ചിരിക്കുന്ന ഈ ദൂതം കൈകൊണ്ട വസ്ത്രങ്ങളിൽ നിന്റെ മകനെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെ നമുക്ക് പ്രസന്നതയ്ക്കും അർഹനാക്കുകയും ചെയ്യണമേ. മോഹൻ ശാന്തിയോടുദ്ധാനത്തോളം തനുവേ നിവസിക്ക. ഹല്ലേലൂയ യോ ഹല്ലേലൂയ. ഞാൻ വൈദേശികനെന്നേവം ചൊന്നിടുന്നാത്മം ആഴ്വീട്ടുടയോൻ വിട്ടതിനാൽ
ഞാനെരിയരുതേ നിന്ദനുരുതിരങ്ങൾ എന്തനുമേലോ വാസന വീശുമ്പോൾ മാമോദീസരിക്കോർത്താൽ മുന്നാത്തൊരു നൗക അതാ നിൻ കൃപ കാണണമേ ഞാനുദ്ധാനത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മനോലം മാതാവിനോലും അൽമീനാമന ഹല്ലേലൂയ വേർപാടിൻ വേളയിലാമയോടൊരചെയ്യും എന്നു പറഞ്ഞിരിക്കുകയോ തന സമ്പാദ്യങ്ങൾ ഇനി നിലയത്തിൽ ചോദിക്കും സുഹൃതം ചെയ്തെന്നാകിൽ ഫലമുളവായേനെ അസസലവും ധനവും ഞാനുടമ സഖീകി ഭീകരസിംഹാസന സവിധം പോകുന്നേ ഹല്ലേലൂയ ചെയ്തകളറിയിച്ച അമയോളാഹി മേലൈരുവാദറേ മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലമായി രക്ഷിതാമോമശിയാനിയൻ സങ്കേതമിറ്റും ചവിരുളിൽ പാതാളത്തിൽ നിശ്ചിതായ ദീപ വിശ്വാസികളായി ക്രിസ്ത്യാനികളായി ഈ ലോകത്ത് ആയിരിക്കുന്ന ഏവരുടെയും പ്രത്യാശ എന്ന് പറയുന്നത് ഉയർപ്പിലൂടെ ദൈവത്തിൻ്റെ അനശ്വരമായ അവസ്ഥയിലേക്ക് നശ്വരതയിലേക്ക് ഉയർത്തപ്പെടുവാൻ ഓരോ വിശ്വാസിക്കും കഴിയുമെന്നുള്ളതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ മർത്യൻ എന്നുള്ളതായ പദം കൊണ്ടാണ് മലയാളം കൃഷ്ണനെ സൂചിപ്പിക്കുന്നത്. ജീവനുള്ളവനെ, അതായത് ജീവനുള്ള ഓരോ ജീവികളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ മാത്രമാണ് മർത്യൻ എന്നുള്ളതായ പദം സൂചനയിൽ വരുന്നത്. മൃത്യുബോധം ഉള്ളവൻ എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനായി ലോകത്തായിരിക്കും നമുക്ക് ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുഖ്യമായിട്ട് ഈ മൃത്യുബോധത്തോടു കൂടിയാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ 9:27 വാക്യത്തിൽ പറയുന്നത്, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സഭയുടെ പുണ്യപിതാക്കന്മാർ പറയുന്ന പോലെ എപ്പോഴും ഓർത്തിരിക്കുന്നതായ 4 സംഗതികൾ: മരണം, ന്യായവിധി, സ്വർഗം, നരകം എന്നീ 4 കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നാം ഓർത്തിരിക്കണമെന്ന് പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെയും
ഈ മരണം എന്നുള്ളതായ യാഥാർത്ഥ്യത്തെ ഒരു നാൾ ഉൾക്കൊണ്ടവരാണെന്നുള്ളതായ ബോധ്യത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം 3-3.5 വർഷത്തോളമായി ഞാൻ അനുഭവമായിട്ടുള്ള സ്നേഹബന്ധത്തിലായിട്ട് ഈ ദേവാലയത്തിൽ എല്ലാവരും കാനായപ്പള്ളിയിൽ വന്ന ശുശ്രൂഷയിൽ ആരംഭിച്ച നാൾ മുതൽ ഈ ഭവനത്തിൽ ഇടയ്ക്ക് കടന്നു വരികയും നിരന്തരം ഫോണിൽ കൂടെ ബന്ധപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ വളരെ പ്രത്യാശയോടെ ജീവിതത്തെ കണ്ട ഒരു വ്യക്തിത്വമാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. വളരെ പ്രത്യാശയോടുകൂടി വളരെ ധൈര്യത്തോടുകൂടി ജീവിതത്തെ അഭിമുഖീകരിക്കുന്നത് ആരോടും സ്നേഹത്തോടെ സന്തോഷത്തോടെ പെരുമാറാം. ഇന്ന് അങ്കിളിൻ്റെ മരണ വാർത്ത കഴിഞ്ഞ ദിവസം പറഞ്ഞ മുതൽ ഇടവകയിലെയും അതുപോലെ തന്നെ അങ്കിളുമായി ഏതെങ്കിലും വിധത്തിലൊക്കെ ബന്ധപ്പെട്ടുള്ള അനേകം സഭയുടെ 3 അത്രാപൂരിതമാരുൾപ്പെടെ എല്ലാവരും എന്നെ വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. നമ്മളോട് ഒരു പ്രാവശ്യം ഏതെങ്കിലും കാര്യത്തിൽ വെള്ളപ്പെടുമ്പോൾ ആ സ്നേഹബന്ധം നിലനിർത്തുന്നതായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ മാനസികമായിട്ട് ഉണ്ടാകുന്ന ഒരു വേദന, എന്നാൽ കുടുംബാംഗങ്ങളെ പോലെ എല്ലാവർക്കും ഈ വേർപാടൊരു വേദനയാണ്. എന്നാൽ ക്രിസ്തുയേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ മുഖപ്രസന്നതയോടുകൂടി അവൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ഈ അങ്കിളും ഉണ്ടാകും എന്നുള്ളതായ വലിയൊരു പ്രത്യാശയും വിശ്വാസവുമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ ഈ ലോകത്ത് നയിക്കുന്നതായ കാര്യം. പ്രത്യേകിച്ച് ആത്മീയ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നതായ കാര്യം ദൈവം ശേഷിപ്പിച്ച് ഈ ലോകത്ത് നിന്ന് നടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ പിതാവിനെ പോലെ ജീവിതത്തെ മറ്റുള്ളവരെ സ്നേഹിച്ചും കരുതിയും ജീവിതത്തിൽ അർത്ഥപൂർണമായ ജീവിതത്തെ നയിക്കുവാൻ തക്കമാണ് നമുക്ക് ഓരോരുത്തരും. ഈ വേർപാടിൽ ഇന്ന് ഞാൻ പറഞ്ഞു, അച്ഛനെ ഓർമ്മപ്പെടുത്തി 4 ശുശ്രൂഷകളാണ് ഭവനത്തിൽ വെച്ച് 3 ശുശ്രൂഷകളാണ് പ്രധാനമായും ഭവനത്തിൽ വെച്ച് നടന്നത്. 4ാമത്തെ ശുശ്രൂഷ ദേവാലയത്തിൽ വെച്ചാണ് നടത്തുന്നത്. എന്നാൽ ഇന്നത്തെ നമുക്കറിയാവുന്ന പ്രത്യേക സാഹചര്യം ലോകം മുഴുവൻ പ്രതിസന്ധിയിലായിരിക്കും. ഈ സമയത്ത് നമ്മൾ ഇന്ന് 4ാമത്തെ ശുശ്രൂഷയും ഇവിടെ വെച്ച് നടത്തി. നമ്മൾ ദേവാലയത്തിൽ കടന്നു പോകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ സെമിത്തേരിയിൽ കൊണ്ടുപോയി ഈ പിതാവിനെ മൃതദേഹം സംസ്കരിക്കുകയാണ്. അടുത്തതായി 4ാമത്തെ ശുശ്രൂഷയാണ് ഇവിടെ ആരംഭിക്കുന്നത്. അതായത് 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഭവനത്തിൽ നിന്ന് നമ്മൾ ഈ ദാസന്റെ മൃതശരീരവും പിതാവിന്റെ മൃതശരീരവുമായി സെമിത്തേരിയിലേക്ക് കടന്നു പോകും. നമ്മൾ പ്രാർത്ഥനയോടുകൂടിയായിരിക്കും. എന്നും കുർബാനകളും പ്രാർത്ഥനകളും നമ്മൾ ഓരോരുത്തരും ഈ പിതാവിനെ കൊണ്ട് പ്രാർത്ഥിക്കുക കടപ്പെട്ടവരാണെന്നുള്ളതായ ബോധ്യത്തിൽ നമുക്ക് ആ പ്രാർത്ഥനയിലായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ അനേകം കടന്നു കൊള്ളുവാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കലാപുരം സെന്റ് മേരീസ് ജ്ഞാനായ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലം മുതലേ നമുക്ക് ബ്രോഡ്വേ പള്ളി അച്ഛനെ ഓർമ്മപ്പെടുത്തിയ മെമ്പർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതുപോലെ എല്ലാവരും പള്ളിയുമായുള്ള ആ ഒരു സ്നേഹത്തിൽ എപ്പോഴും അവിടെ കടന്നു വരികയും ആരോഗ്യപരമായി താൻ ഫിറ്റാണെന്ന് തോന്നുന്ന സാഹചര്യത്തിലൊക്കെ വിളിച്ചു പറഞ്ഞ് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, മാതാപിതാക്കളുടെ ഓർമ്മയ്ക്ക് കൃത്യമായി ശനിയാഴ്ചയായിട്ട് തന്നെ വിളിച്ചേൽപ്പിച്ച എൻ്റെ അപ്പൻ്റെ അല്ലെങ്കിൽ അതിശയുടെ ഫാദറിൻ്റെ അമ്മയുടെ ഓർമ്മയാണ് ഇത്ര ദിവസം കൃത്യമായി അത് ഓർത്തിരുന്ന് ആ ദിവസങ്ങളിൽ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്ന സാഹചര്യമാണ് എനിക്ക് ദേവാലയത്തിൽ കടന്നു വന്ന അതുപോലെ വിശുദ്ധ കുർബാന അനുഭവിക്കുവാനൊക്കെ ഈ പിതാവ് കാണിച്ചതായ വലിയ മാതൃക എന്ന് പറയുന്നത്. അതിനെ ഓർമ്മപ്പെടുത്തി എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നത് എന്നവൻ ജീവിക്കുന്നത്. പിതാവ് താൽക്കാലികമായി നമ്മിൽ നിന്ന് വേർപെട്ടു പോയിരുന്നത് സജീവാവസ്ഥയിൽ ഇനിയും ഈ ലോകത്ത് നിലനിൽക്കുമെന്നുള്ളതായ ബോധ്യം മക്കൾക്കും അതുപോലെ തന്നെ തലമുറകൾക്കും പിതാവിൻ്റെ ഓർമ്മ നിങ്ങളിലൂടെയാണ് ഈ ലോകത്ത് ഇനിയും അറിയപ്പെടുവാൻ. ആ ഒരു വലിയ പ്രത്യാശയുടെ പ്രതീക്ഷയോടുകൂടി ജീവിതത്തെ നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മളെ ഓരോ പ്രാർത്ഥിക്കുന്നതിലും ഈ കുടുംബത്തെയും കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഓൺലൈൻ സംവിധാനമൊക്കെ ചെയ്തിരിക്കുന്നുണ്ടെന്ന് ചെന്നൈയിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകളും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് കുടുംബാംഗങ്ങൾ നമ്മുടെ ദേറാപ്പള്ളിയിൽ ശുശ്രൂഷിക്കുന്ന വൈദികരും അതുപോലെ തന്നെ പല വൈദികരും ഈ കല്ലാവരം പള്ളിയിൽ ശുശ്രൂഷിക്കുന്ന കൊണ്ടിരുന്ന എല്ലാ വൈദികരും കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ച് അവരുടെ എല്ലാ അനുശോചനം പ്രത്യേകം കുടുംബാംഗങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞു. ഈ സമയത്ത് അവർക്ക് വേണ്ടി പരിശുദ്ധ സഭയുടെ അംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ജ്ഞാനായ സമുദായത്തിന് മെത്രാപ്പോലീത്ത വഴിമത്രാപ്പോലീത്ത ദൈവത്തിൻ്റെ സ്തുതിയാക്കോസ്തിന് മെത്രാപ്പോലീത്ത അതുപോലെ തന്നെ ഗ്രിഗോറിയോസ് റിവാനിയോസ് എന്നീ പിതാക്കന്മാരുടെയും അതുപോലെ തന്നെ ജ്ഞാനായ സമുദായത്തിൻ്റെയും അനുശോചനം ഈ സമയത്ത് കുടുംബാംഗങ്ങളെ അറിയിക്കുന്നതുപോലെ എല്ലാവരും പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓർമ്മപ്പെടുത്തി നമ്മൾ വളരെ നല്ല രീതിയിൽ പള്ളിയുടെ ഓരോ വ്യക്തികളോടും പേഴ്സണലായിട്ട് ഒരു അടുപ്പം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയെ വളരെ കുറച്ച് ആളുകളുള്ളതുകൊണ്ട് പേഴ്സണലായിട്ട് ഓരോരുത്തരുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചിരുന്ന ഒരു
എല്ലാ ഇടവാംഗങ്ങളുടെ പേരിൽ സമൂഹങ്ങളുടെ പേരിൽ കൊണ്ടുപോയ എല്ലാ ആദരാഞ്ജലികളും കുടുംബാംഗങ്ങളെ ഈ സമയത്ത് അറിയിച്ചതിൻ്റെ വാർത്തകൾ സംഭവിക്കേണ്ട ഈ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വമായി നൽകിയ അച്ഛനോടുള്ളതായ സ്നേഹം ഈ കുടുംബത്തിന് വേണ്ടി ഹൃദയമായി ഈ സമയത്ത് അറിയിക്കുന്നതുകൊണ്ട് തന്നെ കുടുംബ ശുശ്രൂഷകൾ പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും ഭക്തിയുടെ പ്രാർത്ഥനയോടുകൂടി പങ്കുകൊണ്ട് ഈ മകനെ ദൈവമകനെ ഈ ഭവനത്തിൽ നിന്ന് യാത്രയാക്കി നിത്യഭവനത്തിലെ വാസത്തിനായിട്ട് അതിൻ്റെ ഒരുക്കകാലമായിട്ട് അല്ലെ അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിലേക്ക് അവനെ നയിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുന്നു. എല്ലാവർക്കും വേണ്ടി ഇവിടെ കൂടി വന്നിട്ടുള്ള ഇന്ന് ദേവാലയത്തിൽ നിന്നുകൊണ്ടിലെ സെക്രട്ടറി ഉൾപ്പെടെ ഹിമാലയം കമ്മിറ്റി അംഗങ്ങളൊക്കെ കടന്നു കുറച്ചുകാർ സെമിത്തേരിയിൽ കടന്നു എല്ലാവരുടെയും നാമത്തിൽ ഉള്ളതായ അനുശോചനം ഈ സമയത്ത് അറിയിച്ചുള്ള വാക്കുകൾ സംഭവിക്കുമ്പോൾ ഈ ദേവാലയത്തെ വെച്ച് നടത്തുന്നതായ പ്രത്യേകമായ നാലാമത്തെ ശുശ്രൂഷ ഇപ്പോൾ ഈ സമയത്ത് ഭവനത്തിൽ വെച്ച് ആരംഭിക്കാൻ എല്ലാവരും പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ തുടർന്ന് മറിയമേ നിനക്ക് സമാധാനം. താൽക്കാലികമായ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ വേർപെട്ട ഈ ലോകത്തിന് യാത്രയായിരിക്കുന്ന ഈ ഞങ്ങളുടെ പിതാവിന്റെ ആത്മാവിന്റെ അടുത്ഥാന ദിവസം വരെ ആശ്വാസവും സന്തോഷവും ആനന്ദവും നിറഞ്ഞ സ്ഥലത്തിലേക്കും നിന്റെ വിശുദ്ധന്മാരാൽ നയിക്കപ്പെടുവാനും അവിടെ വെച്ച് മോഹപ്രസന്നതയോടുകൂടി നിന്നെ എതിരേൽക്കുവാനും പദ്ധതിയാകണമേ. മൃതനെ പോൽ ഞാൻ വിസ്മൃതനായി ഹല്ലേലൂയ പാഴ്പാത്രം പോലായി ഞാൻ ആത്മമെടുക്കാനവരൊത്തു ഹല്ലേലൂയ നാഥ ശരണപ്പെട്ടേ നിന്നിൽ ബോല 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 റൂഹു കാദീശോ സപ്തമനേ കരുണാപൂർണ വിധിയേൽക്കരുതേ നിന്നടിയ തിരുമുമ്പിൽ ജയമാർന്നോന വിധി ചെയ്യല്ലേ നീ അവരെ കർത്താവേ അവരെ അൻപാ ജീവിപ്പിക്കണം നിന്നെ ഞങ്ങളിതാ വാഴ്ത്തിയിടുന്നു. പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മനുഷ്യരുമായ നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവരുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചവരുടെ ഉയർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന് സ്തുതി.
തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യുക്തമാകുന്നു. സകലത്തിന്റെയും കർത്താവും ലോകത്തിന്റെയും അവസ്ഥാനങ്ങളെയും ക്രമീകരിക്കുന്നതുമായ കർത്താവേ, നീ ഭയങ്കരത്തിലും മൗനിയിലും ദർശനങ്ങളും കാരണവാനാകുന്നു. യാതൊരു ദിവസവും നിന്റെ ദിവ്യ ദൃഷ്ടിക്ക് പ്രയോജനമല്ല. ആലോചനകളാണോ ഹൃദയചിന്തകളിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അവരുന്നു, നിന്റെ മാർഗങ്ങൾ ദുർജലമാകുന്നു. മരണത്തെ മായ്ച്ചുകളയുവാനും സുകുമാരനായ മാതൃത്വത്തെ കൊല്ലുവാനുമായിട്ട് യേശുവിനെ ലോകത്തിലേക്ക് നയിക്കുകയും താല്പര്യമുള്ള പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പനപ്രകാരം ക്ലേശപൂർണമായി ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും മനുഷ്യനുമായ ലോകത്തെ ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവും ലോകത്തിൽ മുൻകാര്യമായുള്ളവരെ ഈ താൽക്കാലിക ജീവിതമാവായ മാറുന്ന വിശ്വാസത്തിന് യാത്രയായിരിക്കുന്നു. സംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധി ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളെ സ്വീകരിക്കുന്നവരായ സമാധാന മാലാഖമാർ മൂലം ഇതിന് ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഈ മകന്റെ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ഇതിനാളുടെ ബന്ധനത്തിൽ നീ അതിനെ വിടുത്തണമേ. തിരുനാമം ഭക്തരും തിരുവിഷ്ടമാതിരിക്കുന്നവരെ ചുറ്റി നിൽക്കുന്നത് പോലുള്ള സേനകൾ നിന്റെ മകനും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാരുടെ പാപങ്ങളെ പൂർണ്ണമായി പരിഹരിക്കണമേ. തെറ്റുകളെ നിന്റെ ദയവാൽ പരിപൂർണമായി ക്ഷമിക്കണമേ. നിന്റെ മകന്റെ യാത്രയ്ക്കുള്ള സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായി വലങ്കൈ നീട്ടിക്കൊടുത്ത രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്നും നിന്റെ മകനെ ഉദ്ധരിച്ചുകൊള്ളണമേ. അദൃശ്യമായ ശക്തിയാൽ എന്നെ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കരമായി ഉടങ്ങുന്നവനെ രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ മകന്റെ പ്രമാണങ്ങൾക്ക് തക്കപോലെ നീ വിരോധിക്കരുതേ. നീ നിന്റെ മകനെ വിധിക്കരുതേ. പ്രതിസന്ധിയിൽ സർവരും കുറ്റക്കാർ തന്നെയാകുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും നിന്റെ മഹാകരുണയും ഞങ്ങളിലും നീ നിന്റെ മകനിലും ഓർക്കണമേ. ഞങ്ങളെ വർഗത്തിന് രക്ഷയ്ക്ക് വേണ്ടിയുള്ളതിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും നിന്റെ ദാസനമേ ഉദിക്കണമേ. വിശ്വസിച്ചതായ ജയമുള്ള സ്ലീബ വിശുദ്ധന്മാർ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശ സ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ചു പോകത്തക്കവണ്ണം നിന്റെ കരുണ നിന്റെ മകളിൽ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമ ഭക്തർക്കുള്ള അനുഗ്രഹിക്കുന്ന ഭവനങ്ങളിൽ എത്തുന്നതുവരെ ദാസൻ കോട്ടയും മനിയായും കാവൽക്കാരനും സഹായമായിരിക്കണമേ. അവിടെ ആദ്യത്തിനും മഹിമയും ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടിയിൽ ശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ നിന്റെ മകനെ നീ സന്ധിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെ എല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കണമേ. വെളിപ്പെടുന്നതും പാപരഹിതമായ ജീവിതത്താൽ അന്ധകാരത്തിൽ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങൾ അനുഭവിക്കുവാനിടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും ആലോചനരായിരിക്കുന്നവർക്ക് മുഖപ്രസംഗം നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയമായിരുന്നുകൊണ്ട് പരമുഖത്തിൽ നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, നിന്റെ വിശ്വാസ പ്രത്യാശയിൽ മുൻകൂട്ടി നിന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയമായ ഇവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്ക് ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്ന കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്നമുഖങ്ങളോടുകൂടെ എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവെ, മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരുടെ അവശേഷിക്കുന്നവരുമായ രക്ഷിതനും അവിടുത്തെ കർത്തൃത്വത്തിന്റെ ദാസനുമായ ഞങ്ങളെല്ലാവരും ആദ്യമില്ലാത്ത നിന്റെ രാജ്യത്തു വന്ധ്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ പുത്രനെയും പരിശുദ്ധവുമായ സ്തുതി പുകഴ്ത്തുവാൻ യോഗ്യരായി തീരണമേ. ശ്രേഷ്ഠ
നാഥ സർവേശ എന്മേലെന്നാളിൽ കാരുണ്യം ചെയ്യണം നീ പ്രാണപ്രദനല്ലോ. കാരുണ്യവാനായ ദൈവമേ, നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധധൂപം ഞങ്ങൾ അടക്കി നിന്റെ കൽപ്പനപ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചുകളുടെ കഠിനബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യമായ ശത്രുക്കളുടെ ദൃശ്യഗണത്തിൽ നിന്നും ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഈ ആത്മാവ് യാത്ര ചെയ്ത് ദുഷ്ടന്മാരുടെ ആലയങ്ങളിൽ ജീവനുള്ള ഭക്ഷണത്തിൽ നിന്ന് ചേരുവാൻ ഞങ്ങളിലുള്ള നിവാഹനയെ സംഗതിയാക്കുകയും ചെയ്യണമേ. മോഹൻ അവനാനന്ദത്തോടാട്ടും വന്നേ കൽപ്പനോർക്കായി മുമ്പേ കരുതിടുമാരാജ്യം നിന്നും മാശികാതൻ ോഷ്മായ മുതലേ ലോകത്തിൽ ധീരതയും പ്രത്യാശയും കാവിപ്പിൻ ഉയരോടെഴുന്നേൽക്കും നിങ്ങൾ കീഴാതെ കല്ലറയിൽ നിന്നും പറുദീസ പോകാൻ പാസരമാസനം ഭാരക്കുമോ ധന്യൻ പൗലോസ്ലിഹാം കേട്ടെ മൃതരെ ഓർത്തികൾ നിങ്ങൾ കരുതൻ ആശിച്ചിടുവാനിൽ കാഹളനാദത്താൽ മൃതരെല്ലാരും എഴുന്നേൽക്കും. താൽക്കാലികമാമീ ഗാത്രം നിത്യാലേ പ്രാപിച്ചിടും തനുവെഴുന്നേൽക്കും. കേടില്ലാതുദ്ധാനത്തിൻ നാളിൽ മനോലം വാദമനോലം വൽമീനമേ വർഷിക്കട്ടെ നയിച്ചിട്ടാഭാവേ ഈ ചൂളയിൽ ബാലന്മാരിൽ വീട്ടിയ ജീവപ്പാനി നീരമൃത ലോകത്താകുലമേറും ഭവന് മരുന്നോരിൽ നിന്റെ ഭയത്തിൽ നീ ത്രീതരംഗാസൻ അവകാശം നൽകിയിടണം ശാശ്വത സുസ്ഥിര രാജ്യത്തിൽ. നിൻശരണി മൃദന ദാസൻ ഉദ്ധാനം നവ്യത നൽകട്ടെ. ഇരുപതിൽ ദിവസം വേദനയിൽ ദിവസം പരിദേവന ദിവസം കടു ദിവസം നാദ കഠിനതരം നാഥ നൽകണമാശ്വാസം. സകലവും ആർത്തിടുമായി പ്രതിമുന്നറിവന്യേ സത്വരമെത്തുകയാ ഇവനുദ്ധാനത്തിൽ നൽകണമാശ്വാസം. സഹജം രക്ഷിക്കാ സ്നേഹിതനുദകീട ഏവം നിബിവചനം ക്രിയയാൽ നിറവേറി തുണനാഥ ചെയ്യുക. കഷ്ടപ്പെടുവാനോ നാശകനാം ഹൃദയേശനും ബാധ്യതയുണ്ട്. നാവുകളിൽ നിന്നെല്ലാം സ്തോത്രം കർത്താവേ, നിന്നാൽ മുതലുയരും സ്വർഗം നേടിയിടും സ്തോത്രം പാടിയിടും. ആദം നിജമക്കൾ കേറിയ കാസ ആമൃതിപാനീയത്തിനു കൈപേറും പാനം ചെയ്യുവാൻ ആദാമിൻ ആത്മലനുപുറയായി കൈമാറി. സ്നേഹയുടെ സ്തുതിയും ഉണ്ടായിരിക്കട്ടെ.
ആളുകൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലാതിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കാനായിട്ടാകുന്നു ഞാൻ പറയുന്നത്. നിങ്ങളിൽ ഒരുവൻ മരിച്ചത് എങ്ങനെ പുനരുദ്ധാനം ചെയ്യുമെന്നും ഏത് ശരീരത്തിൽ കൂടി വരുമെന്ന് ചോദിച്ചേക്കാം. കോശ നീ വിതയ്ക്കുന്ന വിത്ത് ക്ഷയിക്കുന്നില്ല എങ്കിലും മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല, ഗോതമ്പിന്റെയോ യവത്തിന്റെയോ മറ്റേതെങ്കിലും കാര്യത്തിന്റെയും വെറും മണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വ്യക്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യന്റെ ശരീരം ഒന്ന്, മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന്, പക്ഷികളുടെ ശരീരം വേറെ ഒന്ന്, മത്സ്യങ്ങളുടെ ശരീരം വേറെ ഒന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗീയ ദേശം ഒന്ന്, ഭൗമിക ദേശം മറ്റൊന്ന്. സൂര്യന്റെ ദേശം ഒന്ന്, ചന്ദ്രന്റെ ദേശം മറ്റൊന്ന്. നക്ഷത്രങ്ങളുടെ ദേശം വേറൊന്ന്, നക്ഷത്രങ്ങൾ തമ്മിലും ദേശത്തിന് വ്യത്യാസമുണ്ട്. അപ്രകാരം തന്നെയാവുന്നു മനുഷ്യരെ പുനരുദ്ധാനം. നശ്വരതയിലൂടെ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിലൂടെ ഉദ്ധാനം ചെയ്യുന്നു. ഹീനമായി വിതയ്ക്കപ്പെടുന്നു, മോഹത്തോടെ ഉദ്ധാനം ചെയ്യുന്നു. ബലഹീനതയോടെ വിതയ്ക്കപ്പെടുന്നു, മനുഷ്യതയോടെ ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരം ഉണ്ടാക്കുന്ന ആത്മീയ ശരീരമുണ്ട്. ആദ്യ മനുഷ്യനായ ആദം ജീവനോടെ തീർന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദ്യം ആത്മീയനല്ല, ഭൗതികനാണ് ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് ഉണ്ടാകപ്പെട്ടവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവുമാകുന്നു. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ തന്നെ ഭൗമികനും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ആയിരിക്കും സ്വർഗീയനും. ഭൗമികന്റെ സാദൃശ്യം നാം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യം നാം ധരിക്കും. എന്നാൽ എന്റെ സഹോദരന്മാരെ, ജനങ്ങൾക്ക് സ്വർഗീയരാജ്യം അർഹതയല്ലാതില്ല. നശ്വരമായത് അനിശ്ചിതയെ അർഹിക്കുന്നതല്ല എന്നും ഞാൻ പറയുന്നു. ഇതാ ഞാൻ ഒരു രഹസ്യം നിങ്ങളോട് പറയുന്നു, നാം എല്ലാവരും നിർവാഹിക്കുകയില്ല. അവസാന കാലം ഉൾപ്പെടുമ്പോൾ അന്യമയിക്കുന്നവരുടെ വേഗത എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ച രാഷ്ട്രീയമായി പുനരുദ്ധാനം ചെയ്യുകയും ഞാൻ രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്നാൽ നശ്വരമായത് അനിശ്ചിതയും മർത്യമായത് അമർത്യതയും ധരിക്കുവാൻ പോകുന്നു. ആഹായ് പാർക്കുമോ. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിവിനെ നാം കേൾക്കണം. സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയെ അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്നെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിലുപരിയായിട്ടും ഉള്ള പ്രവൃത്തികളെയും അവനെ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കാവുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായസ്ഥാനത്തിൽ ഉൾപ്പെടാതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു, അത് ഇപ്പോൾ തന്നെയും ആകുന്നു. എന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രന് തന്നിൽ തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്.
ന്യായവിധി കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അവൻ മനുഷ്യപുത്രനാവുന്നു. ശവക്കലറകളിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്യുന്നവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്യുന്നവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട എന്നുള്ള കർത്താവേ ശുദ്ധംബരൻ കൽപ്പിച്ചരുൾ ചെയ്തു. എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായിരുന്നുകൊണ്ട് ദൈവത്തിന് പ്രതികരമായ ശബ്ദത്തിൽ എന്ന് ഏറ്റുചൊല്ലണം. ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവരും മരണത്തിന്റെയും യോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജനങ്ങളുടെയും ദൈവമായ മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറി കഴിഞ്ഞിരിക്കുന്നു എന്ന് അരുളിച്ചേതവനായ മശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവന്റെ മരണഗതികാലം തുടങ്ങി എത്തുന്നതിടയ്ക്ക് അവന്റെ മനസ്സാന്തവത്തിൽ തൃപ്തിപ്പെട്ടുകൊണ്ടിരിക്കണം എന്ന് ജ്ഞാനസമ്പൂർണമായ തന്നെ മനുഷ്യാവതാരത്തിൽ കൽപ്പിച്ച് ക്രമീകരിക്കാനായ മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ ആകുൽക്കസായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഞങ്ങളുടെ ഈ പിതാവിന്റെ ആത്മാവിനെ രക്ഷിച്ച് സ്വർഗീയ ഊർജ്ജത്തിലേക്ക് എത്തിച്ചുകൊള്ളുമാറാണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രണ്ടാമത്തെ വരവിൽ ഇന്ത്യനായി പുറപ്പെടുകയും സകല പരിശുദ്ധമായ ഒന്നിച്ചെന്ന് പിതാവിനെ പരിശുദ്ധവുമായി ശ്രദ്ധിക്കുകയും ചെയ്യപ്പെട്ടവണ്ണം സന്തോഷപ്രദമായ പ്രകാശ രശ്മികളാൽ ഞങ്ങളെല്ലാവരുടെ ആത്മാക്കളെ പ്രസവിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം കുറിയലായിസോ എന്ന് ഏറ്റുചൊല്ലണം. ശരണ
മനുഷ്യ നീ മണ്ണാകുന്ന മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തതായ കർത്താവിന്റെ വചനം ഇതാ ഈ ദാസനും നിറവേറിയിരിക്കുന്നു. മധുവീരൻ തന്നധികാരം ചെയ്യും ഞങ്ങളുടെ പിതാവേ, നിന്റെ പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ വിശുദ്ധത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമുള്ള പന്തലക്കരണമേ, ഞങ്ങളുടെ അടക്കാരുടെ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രേരിപ്പിക്കരുത്, വിനിയോഗം ഞങ്ങളെ രക്ഷിക്കണമേ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഉപത്തരണം സർവ്വലോകവും പ്രകാശവും സത്യവും എന്നാൽ മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പോലെ ബ്രൂവൽ റൂഹോ കാദീശോ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു. ശരീരം ഭാക്ഷി ജന്മം വനം ചെയ്യും കരുണ പിൻവലിക്കരുത്. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപ ഭവനത്തിൽ പോകുന്നതാണെന്നുള്ള കൽപ്പന അനുസരിച്ച്
വിശുദ്ധ സഭയുടെ പ്രജകൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന ആ ദൈവിക തിരുവെഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവ് തന്റെ മഹകരുണയ്ക്കായി നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടി നിങ്ങൾ വിളിക്കുന്ന ഏതു സമയത്തും കർത്താവായ യേശു മിശിഹായെ ഞങ്ങൾക്ക് ഉത്തരമരുളുകയും ഐശ്വര്യപൂർണ്ണമായ നിന്റെ ശ്രീപണ്ണായിരുന്ന കർത്താവ് നിങ്ങൾക്ക് യാചനകൾക്ക് മറുപടി നൽകുകയും ചെയ്യട്ടെ. നിന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം വന്ന് അനുഭവിച്ചു കൊള്ളൂ എന്നരുളി ചെയ്യുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാക്കട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെ പരേതരുടെയും തൻ്റെ ശരണത്തിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ മശിഹായുടെ ദാസിൻ്റെയും പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവ് അവനെ തൻ്റെ വലതുഭാഗത്ത് വിളിച്ചു നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്തതിന് മുമ്പ് അവൻ്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ അവൻ്റെ വാസവും ആനന്ദവുമായി തീരുമാറാകട്ടെ. ദൈവമാതാവായ മറിയമിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലും ഇവയെല്ലാം സാധിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തൻ്റെ ശരണത്തിന്മേൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന തൻ്റെ ദാസനും ആരാധകനുമായ ഇവനെ കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന്മേൽ ദൈവത്തിൻ്റെ കരുണ എന്നേക്കും രണ്ട് ലോകങ്ങളും എന്നും നാളും ഉണ്ടായിരിക്കുമാറാകണമേ. ശവസംസ്കാര ശുശ്രൂഷ ഇവിടെ പര്യവസാനിക്കുക. തുടർന്നും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ പ്രിയ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഭവനത്തിൽ ദുഃഖത്തിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം എന്ന പ്രത്യേകം എൻ